ദയവ് ചെയ്ത് ഞങ്ങളെ തിരിച്ചേൽപ്പിക്കുക. മറ്റൊരു സന്തോഷ വാർത്ത, ഓരോ വർഷത്തിൽ ഞങ്ങളുടെ ഈ നാടകത്തിന് 4 അവാർഡുകൾക്കിടയുണ്ടായി. അതിൽ 1-ാം വാർഡിൽ ഞങ്ങളുടെ ഏറ്റവും നല്ല നടൻ തങ്കപ്പൻ തലക്കേറ് കൊണ്ട് തകർന്നു. 2-ാം വാർഡിൽ ഞങ്ങളുടെ ഏറ്റവും നല്ലത് തങ്കമ്മ ക്രൂരമായ പീഡനത്തിൽ പ്രസവവാടിൽ കഴിയുന്നു. 3-ാമത്തെ വാർഡിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ ഡയറക്ടർ നാട്ടുകാരുടെ കണ്ണക്കില്ലാതെ വളർന്നു കിടക്കുന്നു. 4-ാമത്തെ വാർഡ് കയ്യിലിരുന്ന കാശ് കൊടുക്കി ഈ നാടകമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട നിർമ്മാതാവ് ചട്ടിയും കയ്യിലേന്തി ഈ പറമ്പിലൂടെ എവിടെയോ അലഞ്ഞു കഴിഞ്ഞ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മരണമണി മുഴക്കിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇന്നില്ല നാക്ഷി നാടക മൊത്തം മേലോട്ട് ഞാനില്ല. അതുകൊണ്ടാണ് ഞാൻ തോന്നിയത്. കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്നത് റോബോട്ടിനെയാണ്. ഈ റോബോട്ടിന്റെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കും ബഹുമാനപ്പെട്ട മന്ത്രി ഈ വേലയിൽ നിർവഹിക്കുന്നതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ മണി എന്ത് കോലോട് എന്ത് വേണ്ടത് എന്ത് വേണ്ടത് തലക്കൽപ്പം ജ്യൂസാണ്. അതാണ് ഒരു ആന്റിനെ കിട്ടിയിരിക്കുന്നത്. ഞാൻ എനിക്ക് ചൊവ്വേന്ന് ഇറങ്ങിയ വേല 5 രൂപയ്ക്ക് ബിരി ആയിരുന്നു. ഇപ്പൊ നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഈ കസേര എന്റെ പൊന്നു പോലെ സൈമ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഈ കസേര നിനക്ക് സ്ഥലം കിട്ടിയില്ലേ? എടാ പുറകിലെല്ലാതെ കൊണ്ടുപോയി പൊന്നുപോലെ സൈമാനെ അവിടെ കൊണ്ടുപോയിട്ടോ. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും അതികായകന്മാരും അലങ്കരിക്കുന്ന ഈ വേദിയിൽ ഒരു പട്ടികയിലിരിക്കുന്നു ഞാൻ അറിഞ്ഞില്ല. അതിനുശേഷം നടക്കുന്ന നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിൽ കേരളത്തിലെ പല വിശിഷ്ടാർത്ഥികളും ഇടത്തിയിട്ടുണ്ട്. അവർ ഓരോരുത്തരായി ഞാൻ ഈ വേദിയിലേക്ക് തന്നെ സ്വാഗതം ചെയ്തു വരികയാണ്. ഇങ്ങോട്ട് വരാൻ പറ. ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ മുൻകാല പഞ്ചായത്ത് പ്രസിഡന്റും നല്ലൊരു പ്രാസംഗികനുമായ തങ്കപ്പൻ മാസ്റ്ററെയാണ്. തങ്കപ്പൻ മാസ്റ്ററെ ഞാൻ ഈ വേദിയിലേക്ക് തകർക്കം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഇവിടെ തുടങ്ങിക്കോ. നമസ്കാരം. കുറെ പിള്ളേരുടെ വീട്ടിൽ വന്നിരുന്നു. അവരോട് വരാൻ പറഞ്ഞു. ഞാൻ വന്നു. മാഷ ഇവിടെ കഴിഞ്ഞിട്ട് ഗാനമേളല്ലേ, അതിനകത്ത് ഓർക്കസ്ട്ര കേൾപ്പിക്കുന്ന മാഷല്ലേ? ഓർക്കസ്ട്രക്കാരൊക്കെ വരുമോ? മാഷ ഗാനത്തേക്ക് നമ്മുടെ ഗാനമേളക്ക് തവലയൊക്കെ ഉണ്ടോ? മാഷ വയലിൻ മാഷ പറഞ്ഞു മനസ്സിലാവുന്ന മാഷ ഗിറ്റാറുണ്ടോ? അതല്ല മാഷെ, നമ്മുടെ ഗാനമേളക്ക് ഓർക്കനുണ്ടോ? ഓർക്കനുണ്ടോന്ന് മാഷ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഗാനമേളക്ക് ഹാർമോണിയം 6 മണിക്കൂർ എവിടെ പോകും? മാഷ പോകാൻ പറ്റേ? മാറ്റാൻ ഈ പരിപാടി ഉദ്ദേശിച്ചിട്ട് മാറ്റൊന്ന് പ്രഖ്യാപിച്ചേ. മാറ്റുക നീ പ്രഖ്യാപിക്കണ. ഞാൻ പറയുന്ന പോലെ മാറ്റൊന്ന് പറയോ? പ്രിയമുള്ളവരെ, ഈ പരിപാടി ഉദ്ദേശിച്ച് ഞാനാണ് ഞാൻ പ്രഖ്യാപിക്കും. ഈ പരിപാടി പ്രഖ്യാപിക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ മത്സരാരംഗം ശ്രീമതി ഏലമഞ്ചിത്തറാണ്. ഏലമഞ്ചിത്തര ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്.
രക്തപുത്രനെ വിളിച്ച് ആദ്യമായാണ് ഇങ്ങോട്ട് വരാമോ? അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീമാൻ കരുണാകരൻ മാഷെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുകയാണ്. ഇതിനോട് കൂടി സ്വാഗതം പറയാനാണ് സാറിവിടെ വന്നേക്കുന്നത്. പെട്ടെന്ന് സ്വാഗതം പറയാൻ എന്റെ ദൈവം എങ്ങാനും തീരുമെന്ന് എനിക്ക് തോന്നാണ്. നീണ്ടത് തെറ്റ് തന്നെ സാർ പടക്കത്തിൽ തീ കൊടുത്തത് മന്ത്രിക്ക് ആനയിക്ക് പ്രിയമുള്ളവരെ നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എത്തി കഴിഞ്ഞു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് തടസ്സം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ക്ഷമിക്കണം, കുറച്ചുനേരെ പാർലമെന്റാണ് ഒത്തുപോയി. ഏതോ കൂടുതലാണെന്നൊക്കെ പറയാനായിട്ടില്ല. ഞാൻ കേട്ടിട്ടുള്ളല്ലോ. അതല്ലേ സിംഗപ്പൂർ എന്റെ ദൈവം ഞാൻ പോകുന്നത് കാണാൻ തലങ്ങളിലില്ല. നാട്ടിൽ സന്ദർശിക്കണമെന്ന് വല്ല ആഗ്രഹങ്ങളുണ്ടോ? ഒരാഴ്ച കൂടി കാണാനില്ല. അത് ഏതാണെന്നല്ല ഞാൻ എനിക്ക് പോകുന്നത്. അത് ഞാൻ സംശയിച്ചിട്ടുണ്ട്. അവൻ ടൂറൊക്കെ പോയിട്ട് വന്നില്ല. ഭാര്യ പോയിട്ട് കഴിച്ചു കൊടുത്താണ് ടൂർ പോയത്. ടൂറൊക്കെ ഭാര്യ കൊണ്ടുവരുമോ? അവിടെ പോയിരുന്നു സമയാവും ഞാൻ പ്രിയമുള്ളവരെ നമ്മുടെ വിശിഷ്ട കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ഒരു പ്രകാശം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നത്. ഏത് പ്രകാശം? ആദ്യ ഞാൻ ഉദ്ദേശിച്ചത് പത്രദീപം. എന്റെ വാക്ക് ഞാൻ അതൊന്നും ഉദ്ദേശിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് നിലവിളക്ക്. എവിടെ പോയിട്ടാണ് ഈ പറയുന്നത്? അതാ അവിടെ പോയിട്ടോ, അവിടെ പോയി. അടുത്തായിട്ട് ആശംസകൾ ഇറക്കിയതിനു വേണ്ടി അനുമതിതരെ ക്ഷണിച്ചു കൊള്ളുകയാണ്. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ മധ്യത്തിലിരിക്കുന്ന അധ്യക്ഷൻ അറ്റത്തിരിക്കുന്ന അധ്യക്ഷൻ ഞാൻ ഇവിടെ വന്നപ്പോഴ് ബഹുമാനപ്പെട്ട മന്ത്രി സാറിനെ കണ്ടപ്പോഴ് എനിക്ക് ഓർമ്മ വരുന്നത് വളരെ ചെറുപ്പത്തിലെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൽപ്പരാജ് സാറ് എന്നെ വിളിക്കുകയായിരുന്നു. അറിയാമോ? ആയിരുന്നു, കുറുമ്പനായിരുന്നു. ഞാനിത് പറയാനുള്ള കാരണം ഒരു ഓഗസ്റ്റ് 15 ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൽപ്പരാജ് സാർ എന്റെ പുറകെ വന്നു. പോണ്ട എല്ലാം പറയണം. ഈ മന്ത്രി എന്റെ തൊട്ട് പുറകെ വന്നിട്ട് എന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ആരുമില്ല. ഒരാൾ ഓടി വരുന്നില്ല. ഇതിന് ഇടവഴിയല്ലേ? എനിക്ക് ആരും പേടിയായി. ഈ മന്ത്രി എന്റെ തൊട്ട് പുറകെ വന്നിട്ട് എന്നെ തൊട്ടു. സമയം പേടിയായി. എന്റെ മാനം പോകുന്ന പോലുമായി. ഈ മന്ത്രി എന്റെ തൊട്ട് പുറകെ വന്നിട്ട് അങ്ങനെയുള്ള മന്ത്രി ഇരിക്കുന്ന വേദിയിൽ നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിക്കാൻ പോകുന്ന ഔപചാരികമായി എന്റെ വർഷത്തിൽ അടുത്തതായിട്ട് ഉദ്ഘാടനത്തിനായിട്ട് മന്ത്രിയെ ക്ഷണിക്കുകയാണ്.
വീട്ടിലെ അമ്മമാരെയും പെങ്ങന്മാരും മുമ്പിൽ ഇരിക്കുന്ന പിയ്യാപ്പിള്ളേക്ക് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒറ്റപ്പാടിലേക്ക് വെള്ളമുണ്ടാക്കി സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്ത് സംസാരിച്ചത് സമാധാനപരമായിട്ട് സംസാരിക്കണം. ഇത് പറയുമ്പോൾ ഒരു സംഭവമാണ് വരുന്നത്. അവിടെ പഞ്ചാബ്, ഹിന്ദു, ഗുജറാത്ത്, മറാഠ, മൊറാഠ, ഉത്തര, ബംഗാൾ എന്തെങ്കിലും വിശേഷമായി ഇത് പറയുമ്പോൾ രാജ്യത്ത് എന്റെ വേദനയ്ക്ക് എന്തുണ്ടാക്കണം? അതിനുവേണ്ടി നമ്മൾ മുന്നിട്ട് പോകണം. നാളെ ഇപ്പോഴത്തേക്ക് പോകണം. ശരിക്കും പാർലമെന്റാണ് ഓർത്തു ഓർക്കട്ടെ. താങ്കൾ ഈ റോബോട്ടിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ ജീവിക്കുന്ന വഴിക്കറ്റക്കാരാവും കാരണം റോബോട്ട് ജീവിക്കുന്ന റോബോട്ട് റോബോട്ടിനെ കുറിച്ച് പറയണം. റോബോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? 5 രൂപ 10 രൂപ കാശ് കൊടുത്താൽ കൃത്യമായിട്ട് കൊണ്ടുതരുന്ന വ്യക്തിയാണ് റോബോട്ട്. ഏത് റോബോട്ട്? പച്ചക്കറി റോബോട്ട്. എന്റെ ദൈവമേ, താങ്കളുടെ അതൊന്നുമല്ല. സത്യം പറയുന്നത് യന്ത്രവിദ്യനാണ്. താങ്കൾ ചോദിക്കുമ്പോൾ യന്ത്രവിദ്യ സത്യം പറയാം. ഈ പരിപാടി താങ്കൾ ഉദ്ഘാടനം ചെയ്യണം. അല്ല, എങ്ങോട്ടും സത്യം മാത്രം പറയുന്നത് എന്താ ഉറപ്പ്? താങ്കൾ സംശയമുണ്ട്. റോബോട്ടെ ആരാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചെയ്യുന്നത്? മന്ത്രി ഉൽപ്പരാക്ഷൻ. ഞാനൊരു കാര്യം ചോദിച്ച് അതിന്റെ സത്യം മനസ്സിലാക്കി ഈ റോബോട്ടിനെ ഉദ്ഘാടനം ചെയ്യുകയാണ്. റോബോട്ടെ, എന്റെ അച്ഛനാരാണ്? താങ്കളുടെ അച്ഛൻ എറണാകുളം സ്റ്റാൻഡിലേക്ക് ഒരു പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ വീഴുന്നുണ്ട്. താങ്കളുടെ അച്ഛൻ എറണാകുളം സ്റ്റാൻഡിലേക്ക് ഒരു പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ വീഴുന്നുണ്ട്. എന്തെങ്കിലും അബദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ താളം കൂടി ഒന്ന് വിശദമായിട്ട് എന്തോ എന്റെ അച്ഛൻ, അതായത് എന്റെ അമ്മയുടെ ഭർത്താവ് ആരാണ്? താങ്കളുടെ അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. പക്ഷേ താങ്കളുടെ അച്ഛൻ ഇപ്പോഴും എറണാകുളം സ്റ്റാൻഡിലെ പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ വീഴുന്നുണ്ട്.